ആവാസ് ഉറുദു ഓൺലൈൻ പരിശീലനത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിക്കിപീഡിയ എങ്ങനെ ഉപയോഗിക്കാം, അതിനെ എങ്ങനെ ഫലപ്രദമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മളിൽ മിക്ക ആളുകളും വിക്കിപീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഉറുദു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എങ്ങനെ വിക്കിപീഡിയ കൂടുതൽ ഫലപ്രദമാക്കാം എന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സർവ്വവിജ്ഞാന കോശമാണ് വിക്കിപീഡിയ. ലോകത്തുള്ള ഏതൊരു കാര്യത്തെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വിക്കിപീഡിയ നമ്മെ സഹായിക്കുന്നു. വിക്കിപീഡിയ ഒരു സ്വതന്ത്ര സർവ്വവിജ്ഞാന കോശമായതിനാൽ ഇതിലെ വിവരങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാനും പങ്കുവെക്കുവാനും പുനരുപയോഗിക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈലിൽ നിന്നുമൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാവുന്നതും വിവരങ്ങൾ പരിശോധിക്കാവുന്നതുമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗൂഗിളിൽ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതെന്ന്. ഞാൻ ആദ്യമായിട്ട് സെർച്ച് ചെയ്യുന്നത് ഗസലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ഗസൽ എന്ന് ഞാനിവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഗസൽ കൊടുക്കുക വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടറിൽ പ്രാഥമിക വിവരം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നമ്മൾ ഗസൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗസൽ എന്ന് പറഞ്ഞ് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ടോപ്പ് റിസൾട്ട്സിൽ ആദ്യം വന്നിട്ടുണ്ടാവുക ഗസലായിരിക്കും. അപ്പോൾ നമ്മൾ വിക്കിപീഡിയയിൽ ഏതൊരു കാര്യം സെർച്ച് ചെയ്താലും ഏറ്റവും ആദ്യം വരുന്നത് വിക്കിപീഡിയയിൽ നിന്നുള്ള വിവരങ്ങളായിരിക്കും. ഇനി അഥവാ വിക്കിപീഡിയയിലുള്ള വിവരമല്ല വന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ കൂടെ വിക്കിപീഡിയ എന്നുകൂടെ ഒന്ന് ചേർത്ത് സെർച്ച് ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഗസൽ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നേരെ വിക്കിപീഡിയയുടെ ഗസൽ എന്ന പേജിലേക്ക്, ആ താളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഗസലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാകും. ഇവിടെ ഗസൽ എന്ന പദം വിവിധ ഭാഷകളിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറബിയിൽ എങ്ങനെ, ഉറുദുവിൽ എങ്ങനെ, പഞ്ചാബിയിൽ എങ്ങനെ, അങ്ങനെ ലോകത്തുള്ള പ്രധാന ഭാഷകളിലൊക്കെ എങ്ങനെയാണ് ഗസൽ എന്ന പദം എഴുതിയത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാകും. പിന്നീട് ഇതിൻ്റെ ഉൽപ്പത്തി, ഉച്ചാരണം, പോയറ്റിക് ഫോം, മത്ല, റദീഫ്, കാഫിയ, ഇങ്ങനെ ഗസലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. വിക്കിപീഡിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് താളുകളായിട്ട്, ഒരുപാട് പേജുകളായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മത്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മത്ല എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ മത്ലയെക്കുറിച്ചുള്ള പേജിലേക്കാണ് പോവുക. ഞാനിവിടെ ഈ മത്ല എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മത്ല എന്നുള്ള പേജിലേക്ക് പോയി. അപ്പോൾ മത്ല എന്താണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ നിന്നുണ്ടോ ഇവിടെ മത്ല പറഞ്ഞപ്പോൾ തന്നെ പിന്നീട് അതിൻ്റെ ശേഷം കാഫിയ, റദീഫ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ആ കാഫിയയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഫിയ എന്നുള്ള പേജിലേക്ക് പോകും. അങ്ങനെ ഓരോ താളുകളായിട്ടാണ് വിക്കിപീഡിയ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ പിന്നിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ ഗസൽ എന്ന പേജിലേക്ക് എത്തി. ഗസലിൻ്റെ ഹിസ്റ്ററി ഇവിടെ വന്നിട്ടുണ്ട്. അറബിയിൽ നിന്ന് പേർഷ്യനിലേക്ക് വന്ന് മറ്റു കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ വിക്കിപീഡിയയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. വിക്കിപീഡിയ ഒന്നോ രണ്ടോ ഭാഷകളിലല്ല, ലോകത്തുള്ള മിക്ക ഭാഷകളിലും ഇതിൻ്റെ പതിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെ മറ്റ് ഭാഷകളിൽ സെർച്ച് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് പേജ്. ഇനി ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ലോകത്ത് ആർക്കും, വിക്കിപീഡിയയിൽ അക്കൗണ്ട് എടുക്കുന്ന ആർക്കും വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്.
അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. മറ്റൊരു ഭാഷയിലേക്ക് എങ്ങനെയാണ് പോവുക എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വിക്കിപീഡിയയുടെ ഈ പേജിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പ് മൊബൈലിൽ എങ്ങനെ ലാംഗ്വേജ് മാറ്റും എന്നുള്ളതാണ്. ഇത് ഡെസ്ക്ടോപ്പ് വെർഷൻ ആയിട്ടാണ് ഇപ്പോൾ മൊബൈലിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സൈഡിൽ നമുക്ക് ലാംഗ്വേജ് കാണാൻ സാധിക്കും. ഇവിടെ ഉറുദു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഗസൽ വന്നിട്ടുള്ള ഇതര ഭാഷകളിൽ എന്നുള്ളതിൽ ഉറുദു ഇവിടെ കാണാം. ആ ഉറുദുവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗസൽ എന്ന ഉറുദു പേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. വളരെ വിശദമായി ഉറുദു പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഫഹരിസ്ത് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ ഒന്നുകൂടെ നമുക്ക് എളുപ്പമാകും. വജ്ഹു തസ്മിയ ഗസൽ और उर्दू गज़ल और नज़म में फ़र्क अहम फ़ारसी और गज़ल उर्दू गज़ल को गज़ल गिलोगार മസീദ് ഹവാഷി ഹവാലജാത്ത് ബഹ്റൂനി റവാബിദ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ കാര്യങ്ങൾ നമുക്ക് കോപ്പി ചെയ്യാവുന്നതുമാണ്. ഇതിൽ വന്നിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വിക്കിപീഡിയയിലുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ മൊബൈലിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ആൻഡ് കോപ്പി എന്നുള്ള ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്കിത് കോപ്പി ചെയ്യാം. നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത് നമുക്ക് കോപ്പി ചെയ്യാം. ഇങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഇത് കൊണ്ടുപോയി വെക്കേണ്ടത് അവിടെ നമുക്ക് വെക്കാം. നമുക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സപ്പ് എടുത്തിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക്
കൃത്യമായിട്ട് ഉറുദു ലോകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിയാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിന് ഉറുദു കണ്ടെത്തുന്നു. പക്ഷെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ വിക്കിപീഡിയയിലൂടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഉറുദുവിൽ അതിന് ഉപയോഗിക്കുന്നത് എന്നുള്ള വാക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണമായിട്ട് മാർച്ച് 22 ലോക ഭൗമ ദിനമായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് എന്താണ് ഉറുദുവിൽ പറയുക എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ